കൊച്ചിയുടെ മുഖമുദ്രയായ കൊച്ചിൻ കാർണിവലിന്റെ ആഘോഷങ്ങൾക്ക് തുടക്കമായി. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ വിപുലമായ ഒരുക്കങ്ങളാണ് കാർണിവൽ ആഘോഷങ്ങൾ ഭംഗിയാക്കുന്നതിനായി ജില്ലാ ഭരണകൂടവും പോലീസും നടത്തുന്നതെന്ന് ഫോർട്ട് കൊച്ചി സബ് കളക്ടർ കെ മീര IAS മെട്രോ 7 ന്യൂസിനോട്. കൊച്ചിൻ കാർണിവലിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നതായി ഫോർട്ട് കൊച്ചി സബ് കളക്ടർ കെ മീര IAS 2022 നടന്ന കാർണിവലിൽ നിയന്ത്രണങ്ങൾ ഇല്ലാതിരുന്നതിനാൽ തിക്കിലും തിരക്കിലും പെട്ട് 8 പേർക്കോളം പരിക്കേറ്റ സാഹചര്യത്തിലാണ് കഴിഞ്ഞ വർഷം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. എന്നാൽ ഈ വർഷവും നിയന്ത്രണങ്ങളുണ്ടെങ്കിലും വളരെ മനോഹരമായിട്ടായിരിക്കും കാർണിവൽ നടത്തുകയെന്ന് സബ് കളക്ടർ കൂട്ടിച്ചേർത്തു. നമ്മൾ ഇന്ന് റീത്ത് ലേയിങ് സെറിമണി ആയിരുന്നു. സെറിമണി ഫോർ പീസ് ആൻഡ് സോളിഡാരിറ്റി. നമ്മുടെ കാർണിവൽ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യാണ്. അടുത്ത ആഴ്ച നമ്മുടെ ഫ്ലാഗ് റൈസിംഗ് സെറിമണി ഉണ്ടാവും. അവിടുന്ന് തുടങ്ങി ഇനി 31-ാം തീയതി 1-ാം തീയതി പരേഡ് വരെ നമുക്ക് ഓരോ പ്രോഗ്രാംസ് ആയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം ഒരു ക്രൗഡ് മാനേജ്മെന്റ് പ്ലാൻ ഉണ്ടാക്കിയിരുന്നു. അത് തന്നെയായിരിക്കും ഇപ്രാവശ്യം നമ്മുടെ ഒരു അടിസ്ഥാന ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. എന്നിരുന്നാലും അതിൽ ഒരുപാട് പരാതികളും പ്രശ്നങ്ങളും വന്നിരുന്നു. അതെല്ലാം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ഈ കഴിഞ്ഞ വർഷം നമുക്ക് അവസാന നിമിഷങ്ങളിൽ കുറെ മാറ്റങ്ങളൊക്കെ വരുത്താനായിട്ട് പോലീസിന്റെ ഭാഗത്ത് നിന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ വന്നിരുന്നുണ്ട്. അത് നമ്മളുടെ ആഘോഷങ്ങൾക്ക് കുറച്ചൊക്കെ മാറ്റി കുറക്കുന്ന ഒരു കാര്യമായിരുന്നു 31st. അല്ല, നമുക്ക് അതിന് മുന്നത്തെ വർഷം ഒരു സ്റ്റാമ്പേഡിന്റെ പക്കത്തോളം ആ കാർണിവൽ പോയത് കൊണ്ടാണ് അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് നമുക്ക് എടുക്കേണ്ടി വന്നത്. ഈ വർഷം നമ്മൾ പോലീസിനോട് മുന്നേ തന്നെ ഇപ്പം കഴിഞ്ഞ മാസം തൊട്ട് തന്നെ നമ്മുടെ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആൾക്കാരുടെ സേഫ്റ്റിയാണ് ഏറ്റവും പ്രധാനം. ആ സേഫ്റ്റി എൻഷുർ ചെയ്തുകൊണ്ട് തന്നെ ആൾക്കാർക്ക് എങ്ങനെ ഈ കാർണിവൽ ഏറ്റവും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാം എന്ന് തന്നെയാണ് നമ്മൾ പോലീസ് നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. നമ്മുടെ ഡിസ്കഷനും ആ ഒരു ലൈനിൽ തന്നെയാണ്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പുതിയ മത്സര ഇനങ്ങൾ കാർണിവലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും വ്യത്യസ്ത കലാരൂപങ്ങൾ അണിനിരക്കുന്ന കാർണിവലിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതായും സബ് കളക്ടർ കെ മീര മെട്രോ 7 ന്യൂസിനോട് പറഞ്ഞു. നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റിയാണ് പ്രോഗ്രാംസ് എല്ലാം ഓർഗനൈസ് ചെയ്യുന്നത്. നമുക്ക് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇനി എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ള കാര്യങ്ങൾ കാണാനും. വരും ദിവസങ്ങളിൽ ഫോർട്ട് കൊച്ചിയിലേക്ക് എല്ലാവരും വരണമെന്ന് തന്നെയാണ് ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ് എല്ലാവരും. ഒരു വർഷമായി കൊച്ചിയിലേക്ക് വന്നിട്ട്. കഴിഞ്ഞ വർഷം കാർണിവലിന്റെ ആ ഒരു കാലയളവിലാണ് കൊച്ചിയിലേക്ക് വരാനായിട്ട് സാധിച്ചത്. ഇന്ന് വരെയുള്ള ഒരു പ്രവർത്തനങ്ങളിൽ കൊച്ചിയുമായിട്ടുള്ള ഒരു ബന്ധവും കൊച്ചിയുമായിട്ടുള്ള ഒരു സ്നേഹവും ഒക്കെ എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത്? കഴിഞ്ഞ വർഷം ഞാൻ എനിക്ക് റീത്ത് ലേയിങ് സെറിമണിക്ക് എനിക്ക് എത്തിച്ചേരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ ജോയിൻ ചെയ്തത്. ഞാൻ വന്ന് 2 ആഴ്ചയ്ക്കുള്ളിലെ കാർണിവൽ ആയിരുന്നു. അപ്പോൾ അന്ന് ഞാനൊരു ഔട്ട്സൈഡർ എന്ന നിലയിലാണ് കുറേയൊക്കെ നോക്കിക്കണ്ടത്. കാരണം എനിക്ക് കൊച്ചിയെ പറ്റിയിട്ടോ കാർണിവലിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു കാർണിവൽ കഴിഞ്ഞ് 1 വർഷത്തോളം കൊച്ചിയിൽ ജീവിച്ചു. ഇപ്പൊ ഞാനും ഒരു പകുതി കൊച്ചിക്കാരിയായി മാറിയിട്ടുണ്ട്. അപ്പൊ ഇത് എന്റെയും കൂടെ ഒരു ആഘോഷമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.